ഭാസ്കര ഇവിടെ നിന്നാണ് നിങ്ങൾ എന്തൊക്കെയാണ് സുഖല്ലേ? ആ കുഴപ്പമില്ല. ഞാനേ 2 ദിവസമായിട്ട് ഒരു കാര്യം പറഞ്ഞങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു? നമ്മളെ അൻവറിന്റെ ഗൾഫിലുള്ള അൻവറിന്റെ ആ പെണ്ണല്ലേ? ഓ മനസ്സിലായി. ആ ഓളും വേറെ താടി ചെറുക്കനായിട്ട് എന്തൊക്കെയോ ഒരു കുലുമാലുണ്ട്. ഞാൻ പറയാൻ തോന്നിയതാ. ആ അല്ലേ, നമ്മളാ കവുങ്ങുന്തോട്ടത്തിൽ അടക്കുന്നുണ്ട് മിഞ്ഞാന്ന്. ഒരു 2 ആൾ അവിടെ സൊള്ളി കൊണ്ടൊക്കെ ഉണ്ട്. ഞാനും കണ്ടായിരുന്നു. ആ ഒരു 3 മണി സമയത്തല്ലേ? ഒരു 3-3:30. പിന്നെ 2 ദിവസം മുന്നുണ്ട് നമ്മുടെ ബിജുവേട്ടൻ്റെ ഓട്ടോറിക്ഷയിലോട്ട് പോകും. ഞാൻ കണ്ടതാ. ഞാനത് കണ്ട. ഞാൻ ഓർത്ത് എന്താ സംഭവം. അത് മാത്രല്ല, അതാ ഞാൻ പറഞ്ഞു എന്തോ ഒരു കുത്തിത്തിരിപ്പുണ്ട്. ഇത് നമ്മളെ നാടിനെ പറയിപ്പിച്ച് കൊടുങ്ങുള്ളൂ. നമ്മൾ അതിൽ ഇടപെടണം. എനിക്ക് അതെപ്പോൾ പറയാനുള്ളൂ. അത് എല്ലാവരും വിളിച്ചു കൂട്ടുക. നമുക്ക് ഒരുമിച്ച് ഇനിയിപ്പോൾ നാട് കൂട്ടായാലും ശരി, നമ്മളെ മഹല്ല് കമ്മിറ്റി ആയാലും ശരി, എന്താണെങ്കിലും ആ കാര്യം ഒരു തീരുമാനത്തിലെത്തിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം ഒന്നടങ്ങ ഇട്ടുകൂടി തെളിവ് കിട്ടിയിട്ട് ഞാൻ പറഞ്ഞു കേട്ടതേ, ആ ചെറുക്കനെ മറ്റേ അതുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം, അതിൽ എന്തൊക്കെ ഫേമസ് ആണല്ലോ. ഇൻസ്റ്റാഗ്രാമില് അത് അവനെ കണ്ടിട്ടുണ്ട്. പക്ഷെ എവിടെ നിന്നാണ്? നമ്മുടെ യൂട്യൂബിലാണല്ലോ. ഛർദ്ദിച്ചോണ്ടി വന്നു. എന്നായിക്കോട്ടെ, നിന്റെ അഭിപ്രായത്തിൽ എല്ലാവരും അറിയാൻ വേണ്ടിയത്. ആയിക്കോട്ടെ. സുഖാണ്. അല്ല എവിടുന്ന വരുന്നു? ഞങ്ങളിങ്ങനെ ഇവിടെ പോയി വരികയാണ് ടൗണില്. അല്ല നിങ്ങളിപ്പോ പള്ളിക്കൊക്കെ ഒന്നും കാണുന്നില്ല. പാത്താനും പരിപാടി കണക്കാനും നോക്കാനല്ലാതെ വേറെ എന്തത്തില്ല. അപ്പൊ നിങ്ങളൊക്കെ വരലില്ലേ? നമ്മളെ നാട്ടിലെ വല്ല വർത്താനങ്ങളൊക്കെ അറിയണ്ട. എന്താ വർത്താനം ഉണ്ടായി? അപ്പൊ അത് ശരി, നമ്മളാ അൻവറില്ലേ ഗൾഫിലുള്ള, ഓന്റെ ഭാര്യയും വേറെ ഏതോ ഒരു ചെറുക്കനും ഇവിടെ ഒരു തരികിടയൊക്കെ നടക്കണുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഗൾഫിലല്ലോന്. ഓൻ ഗൾഫിലാണ്, ഓള് ഇവിടെ അല്ലേ. കവുങ്ങുന്തോട്ടത്തിലും ഓട്ടോറിക്ഷ കൂടെ ഒക്കെ കണ്ടോലുണ്ട്. ഒരു കുട്ടിയെ കണ്ടു പറഞ്ഞിട്ടോന്. അതെത്തായിക്കോട്ടെ, ഓൻ അതുണ്ടോ എന്നുള്ളതല്ലോ നമ്മളെ വിഷയം. ഈ നാടിനെ പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഓരോരോ തറാൻ പറപ്പുണ്ടായി. നമ്മളതിൽ ഇടപെടണ്ടേ? അല്ലാതെ പാത്താ മാത്രം പള്ളിക്ക് വന്നാ മതിയാ? അപ്പൊ നീ എപ്പോഴും 5 വക്ത് നിസ്കരിച്ചാലും പള്ളിക്ക് വരണം, ബാങ്ക് കൊടുക്കുന്നത് വരണം. ഞമ്മക്ക് ഈ കാര്യത്തിലൊന്ന് ഇടപെടണം. അതെ, ഇടപെടണം ഞമ്മക്ക്. അതെ, വേണം. എന്നാ പോയിക്കോളി. ശരി. നല്ല ചെറുക്കനായിരുന്നു. പക്ഷെ അപ്പൊ എന്താ ചെയ്യണല്ലേ? എന്താ ഓനൊക്കെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? എത്ര ജീവിക്കണ്ടാണ്. പക്ഷെ ഓലിക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിയണില്ലപ്പോഴേ. അജീഷേ, നമ്മുടെ കാര്യം നടക്കണല്ലോ അല്ലേ? ആളെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇല്ല, സെറ്റാവും നോക്കും. നമ്മളൊക്കെ നാട്ടിൽ നടന്നിട്ടേ വെറുതെ പോണ്ട കാര്യമൊന്നുമില്ല. നീ നിന്നേ, 2 പുകയെടുത്തേക്ക്. നിന്റെ വീട്ടിൽ നിന്ന് രാത്രി ആൾക്കാരെ ഇറങ്ങി പോണ കാണണ്ടല്ലോ. എന്താ പരിപാടി? എന്താ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടേ. പിന്നെ നീ ഒന്ന് മനസ്സ് വിചാരിച്ച നമ്മളെ കാര്യക്കാൻ നടന്നു പോകും. ഈശോടാ. നോക്കേ, അൻവറിന്റെ വീട്ടില് ഇന്ന് മറ്റം കയറിണ്ട്. ഇത് ശരിയാവൂല. ക്ലബിൽ നിന്ന് ചെക്കന്മാരൊക്കെ കൂട്ടിട്ട് വാ. വേഗം വാ. ഇറക്കി വരണേ, നടക്കൂല. ഇനി നടക്കുന്നേ പരിപാടിയോട് വന്നോണ്ടല്ലോ. ഒന്ന്
ഇവിടെ എന്താ സംഭവം? തല്ലും വെക്കാനൊക്കെ എന്താ? ഗൾഫിലുള്ള അൻവറിന്റെ ഭാര്യനെ പിടിച്ചതാണ്. ആരെ? നമ്മളെ അൻവറിനെ? കുഞ്ഞോളെ? എന്തേ? എന്താ ആൾക്കാരെ കൂടി പിടിച്ചതാണ്. തമ്പുരാനെ, ഞാൻ അപ്പളെ ഉസ്താദിനോട് പറഞ്ഞു. ആദ്യതേ ഞാൻ അപ്പളെ ഉസ്താദിനോട് പറഞ്ഞാണ്. ശരിയാക്കി തരാം. Hello, Moto. ഹലോ, എന്താണ് രാവിലെ തന്നെ? അനൂറുണ്ട്. അനൂറേ, എടാ എണീറ്റിട്ടില്ല, കുറച്ച് കഴിയും. വിളിക്കാൻ പറയാം. ആയിക്കോട്ടെ, മറക്കൂല, പറഞ്ഞോളാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എല്ലാവരും സുഖേറെ ഫോൺ നോക്കിച്ച് രാവിലെ വിളിച്ചു. നൂറേ, ഏടാ അത് നാട്ടിൽ നിന്ന് വിളിച്ചെന്നറാ. അന്നൂറാ, ആരോട് പറയാൻ, ആരൊക്കെ ആരോട് എന്തോടാ? ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് സുബേർ വിളിച്ചെന്നേ. അപ്പോൾ അങ്ങനെ എനിക്കറിയില്ല, എൻ്റെ കട്ടകാമ്പിനല്ലേ വിളിച്ചോ, കാരണം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നതൊക്കെ പറയുന്നത്. സമയായി. ഭൂസംഘല്ലേ രാവിലെ കുറെ വിളിച്ചതായിരുന്നു. രാവിലെ ആരാ വിളിച്ചത് നോക്കി കാണാം. വേറെ കണ്ണിൽ കണ്ട കളികളെ വലിച്ചെടുത്തിട്ടെടുത്ത റീലുകൾ ഒന്നു രണ്ട്
കുബൂസ് ഓടിക്കോ കുബൂസ് ഓടിക്കട്ടാ ഞാനേ വീട്ടിലേക്ക് ഒന്ന് വിളിക്കാണ്ട് കുബൂസ് ഓടിച്ചോ അല്ലെങ്കിൽ ഇതേ നമ്മുടെ എല്ലാരും പറഞ്ഞു ലോകമൊഴി പറഞ്ഞേക്കണ ലോകമൊഴി അറിയും അതായത് എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവൂടാ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്ന് ഞാനതിനെ കണ്ട്. ലോകം മുഴുവൻ എത്തിണ്ടാവൂലേ? അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാവോ? അല്ലടാ, അവൾക്ക് ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നില്ലേ? ഒരു ചെറുത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെയാടാ, നമ്മളെ നാട്ടുകാർക്ക് അവനാൻ്റെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല. ഇതെന്തോ വേറെ എന്തോ സംഭവമാണ്, അല്ലാതെ ഇത് എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള. അല്ലാതെ അവൾക്ക് എന്നോട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തല്ലേ ഇന്ന് ഏപ്രിൽ ഫൂളാണോ? ഇത് മാർച്ച് അല്ലെന്ന് പറയുന്നത്. എന്ത് ഏപ്രില്? ഇത് എന്നെ പറ്റിച്ചതാ, അല്ലാതെ ഇത് ഒറിജിനലല്ല. എന്റെ ജീവനാ അവള്, അറിയോ? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ചിലപ്പോ ഉറങ്ങിയിരിക്കും. നാട്ടിൽ വിളിച്ചു, കുറെ ഞങ്ങൾക്ക് വിളിച്ചെന്ന് എന്റെ കൂട്ടന്മാരെ. ഞാൻ വിളിച്ചോണ്ട് വിളിച്ചു നോക്ക്, വെറുതെ വെച്ചാൽ അത് നോക്കേ, സത്യാവസ്ഥ അറിയാൻ നോക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്താണ് അസീസ്ക്ക രാവിലെ തന്നെ? നീ എവിടെയാടാ കുറക്കെ? ഇല്ല, ഞാൻ ഓഫീസിലോട്ട് പോവണേ. ഗ്രൂപ്പില് ഒരു വീഡിയോ വന്നിട്ടുണ്ടല്ലോ, നമ്മളെ വീഡിയോയോ? അൻവറിന്റെ വൈഫിന്റെ കണ്ടായിരുന്നു. ഏതില്? ഗ്രൂപ്പിലോ? പക്ഷേ വലിയ കഷ്ടമായി പോയിട്ടോ. എന്താ അവന്റെ വൈഫ് എന്താ വേറെ ആളെ കൂടെ പോയിന്നോ എന്താ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെയാണ്. ഇല്ല, ഞാൻ നോക്കാം. എന്നിട്ട് നമുക്ക് വൈകിട്ടൊന്ന് കാണണം. ഓക്കെ. എന്താ അല്ലേ പാപ ഒരു പ്രവാസിയുടെ ഭാര്യയുടെ അവസ്ഥ? എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? വല്ലാത്തൊരു ഇതന്നെ.